ഹലോ, ഹായ്, അസ്സാം വലൈക്കും. എൻ്റെ പേര് റിയ ജാഫർ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് അവർ ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദ ഫാമിലി ആൻഡ് ദ സൊസൈറ്റി. ഒരു പെട്ടിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഫാമിലിയോടും സൊസൈറ്റിയിലോടും, അതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? ഒരു ഡോട്ടർ ആകുമ്പോഴും ഒരു സിസ്റ്റർ ആകുമ്പോഴും പ്രത്യേകിച്ച് ഡ്യൂട്ടീസൊന്നുമില്ല. നമ്മുടെ ഫാമിലിയോട് ഭയങ്കര ലോയലായിരിക്കുക. നമ്മുടെ പാരൻസ് എന്താ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ ഫുൾ ഇൻറ്റിഗ്രിറ്റിയോടുകൂടി ഫോളോ ചെയ്യാം. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക, അനുസരിക്കുക. അത് ഫോളോ ചെയ്ത് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യാം. അത് ലൈഫിൽ നമുക്ക് എപ്പോഴും സക്സസ്സിലെത്തിക്കുള്ളൂ. പിന്നെ സിസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ബ്രദറിനോട് എപ്പോഴും കെയറിങ് ആയിരിക്കാം. നമ്മൾ ബ്രദറിനൊക്കെ നമ്മളെപ്പോഴും കെയർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന റോളാണ് വൈഫ് അല്ലേ. വൈഫായിരിക്കുമ്പോൾ നമ്മൾ ഹസ്ബൻഡിനോട് പാർട്ട്ണറിനോടാണെങ്കിലും ലോയലായിരിക്കാം, കെയറിങ് ആയിരിക്കാം, ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് ഓൾസോ. അപ്പോൾ അതൊരു മ്യൂച്വൽ റിലേഷൻ ആയതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫെയർ ആൻഡ് കൈൻഡ് റിലേഷൻ ആയിരിക്കാം. പിന്നെ അവർ ഇൻലോസിനോടാണെങ്കിലും ഒരു കെയറിങ് റിലേഷൻ ആയിരിക്കും. അവരോടും നമ്മൾ ഒരിക്കലും ഒരു ബാലൻസ്ഡ് റിലേഷൻ വെക്കുക. ഒരിക്കലും നമ്മുടെ ഫാമിലിയോടുള്ള അതേ റെസ്പെക്റ്റ് തന്നെ നമ്മൾ ഇൻലോസിനോട് വെക്കുക. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റും ലൈഫിലുണ്ടാവില്ല. കാരണം നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ അവരോട് കാണിക്കുന്നത് ഇതിലൊക്കെ നമ്മൾ എന്ത് സിൻസും നമ്മൾ എന്തൊക്കെ ആക്ഷൻസാണ് ഈ നമ്മുടെ ഇൻലോസിനോട് കാണിക്കണം, അതിൻ്റെയൊക്കെ ശിക്ഷ തരുന്നത് നമ്മുടെ ഈ ഫാമിലിക്കാരൊന്നുമല്ല. അതിന് ശിക്ഷ തരുന്നത് നമ്മുടെ പടച്ചോനാണെന്നുള്ള ഓർമ്മ വരണം. എപ്പോഴും മുന്നിൽ നമ്മൾ ചെയ്യുന്നത് എന്തും നമ്മുടെ പടച്ചോന് വേണ്ടിയാന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. വി ആർ ഡൂയിങ് എവറിത്തിങ് ഫോർ അവർ ക്രിയേറ്റർ എന്ന ചിന്തയോടുകൂടി ജീവിച്ച ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത റോള് നമ്മൾ വരുന്നത് ഒരു മദറിൻ്റെ റോളാണല്ലേ. ഒരു മദറിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു റെസ്പോൺസിബിൾ റോളാണ്. വി ഷുഡ് റെസ്പോൺസിബിൾ റോളാകുമ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക്കുള്ള കാര്യമാണ്. ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് എല്ലാവരും ഇന്ന് കുട്ടികൾ ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്സിനും ഒരുപാട് പേര് ബ്ലെയിം ചെയ്യുന്നത് പാരൻറ്റിങ്ങിനെ. എന്തുകൊണ്ടായിരിക്കും പാരൻറ്റിങ്ങിനെ പറയുന്നത്? അതായത് കുട്ടികൾ കണ്ടുവരുന്നത് ഒരു മോശം പാരൻറ്റിങ് ആയതുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്സിലൊക്കെ ചെന്ന് ചാടുന്നത് എന്നാണ് എല്ലാവരുടെയും ചിലരുടെയൊക്കെ അഭിപ്രായം. ചിലരുടെയൊക്കെ അത് തെറ്റല്ല, അവർ പറയുന്നതിൽ അതിൽ ഒരു തെറ്റൊന്നുമില്ല. കാരണം കുട്ടികൾ കാണുന്നത് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസോ സർക്കംസ്റ്റൻസസോ ആണെങ്കിൽ, കണ്ടു വളർന്നത് അതാണെങ്കിൽ അവരും അങ്ങനത്തെ ഒരു ലൈഫ് അവർ പുറത്ത് ലവ് സീക്ക് ചെയ്ത് പോവും. അല്ലെങ്കിൽ അവർ പുറത്ത് എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് അവരെ സീക്ക് ചെയ്ത് പോകുമ്പോൾ അവരും അങ്ങനെ ചെന്ന് ചില കുഴികളിൽ ചെന്ന് ചാടും. സംഭവിച്ചിരുന്നിരിക്കും. ഇറ്റ്സ് നോട്ട് ദെയർ മിസ്റ്റേക്ക്. അത് നമ്മുടെ മിസ്റ്റേക്കായിരുന്നു. അല്ല, ഒരു പാരൻസ് എന്ന നിലയിൽ നമ്മുടെ മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ വി ഷുഡ് കീപ് ദം അറ്റാച്ച്ഡ് ടു അസ്. അപ്പോൾ നമ്മളെപ്പോഴും അവർ നമ്മളോട് ചേർത്ത് പിടിക്കണം. നമ്മളെപ്പോഴും അവരെ അപ്ഡേറ്റഡ് ആക്കി വെക്കണം. അവരെന്നും സ്കൂൾ കഴിഞ്ഞ് വന്നാലും അല്ലെങ്കിൽ സ്പിരിച്വലി പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് സ്പിരിച്വൽ എഡ്യൂക്കേഷന് നമ്മൾ എന്തായാലും കൊടുത്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അപ്പോൾ എവിടുന്ന് അവർ വന്നാലും നമ്മളെപ്പോഴും അവരെ അപ്ഡേറ്റഡ് ആക്കിയിരിക്കണം. അവരെപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ജസ്റ്റ് അവരെ ട്രാക്ക് ചെയ്യണ പോലെ അവർക്ക് ഒരിക്കലും തോന്നരുത്. ബട്ട് വിത്ത് ലവ് ആൻഡ് കെയർ വി ഷുഡ് just keep an update on them or keep an eye on them of what they are doing. എത്ര വലുതായാലും അവർ നമ്മുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ അവർ ചെറുത് മുതൽ എത്ര വലുതായി കഴിഞ്ഞാലും അവരെ ചെയ്യുന്നതും അവർ കൂട്ടുകൂടുന്നതും അവരേത് കമ്പനിയാണ് അവർ ഫോളോ ചെയ്യുന്നതും എന്നൊക്കെ നമ്മളൊരു ഫോളോ അപ്പ് വെക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സൊന്നും ഒരു മിസ്റ്റേക്സിലും അവർ ചെന്ന് വീഴില്ല. നമ്മൾ കുറേയൊക്കെ നമ്മളുടെ ഭാഗത്തും ചെയ്യുക, ബാക്കി അള്ളാഹുവിൻ്റെ കയ്യിൽ തവക്കൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു തവക്കൽ നമ്മളവർ വിട്ടുകൊടുക്കുക. ഇൻഷാ അല്ലാഹ്
the rest will Allah will take care of them. Our Creator will take care of them. നമുക്ക് റമദാൻ മാസത്തിൽ അവർക്കൊക്കെ വേണ്ടി തേടാം. ബാക്കിയുള്ള കുട്ടികൾക്കും വേണ്ടി തേടാം. എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് തേടാം. പിന്നെ അതുകൊണ്ട് ഈ മദർഹുഡ് എന്ന് പറയുന്ന റോള് നമ്മൾ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ സെക്യൂർ ആയിരിക്കും. ഒരിക്കലും ഒരു ഡ്രസ്സും യങ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലൊന്നും നടക്കാതിരിക്കാൻ എപ്പോഴും നമ്മൾ പടച്ചവനോട് തേടായി. ഇൻ ദ ഹോളി മന്ത് ഒരിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ജീവിതത്തിൽ ഒരു ലൈഫിലും ഒരാളുടെ ലൈഫിലും ഇല്ലാതിരിക്കട്ടെ എന്ന് എപ്പോഴും നമുക്ക് തേടിക്കൊണ്ടിരിക്കാം. The Creator will take care of them, will take care of every children in this world. അതിനുവേണ്ടി നമുക്ക് നല്ലൊരു സ്പീച്ച് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. If you like this video, please share and subscribe.